സ്വിറ്റ്സർലാൻഡ് പ്രകൃതിയുടെ അത്ഭുതങ്ങളാലും മനുഷ്യന്റെ ശാന്തതയാലും നിറഞ്ഞ ഒരു രാജ്യമാണ്. മഞ്ഞുമൂടിയ ആൽപ്പ് പർവ്വതങ്ങൾ, ആഴമുള്ള നീല തടാകങ്ങൾ, ക്ലാസിക്കൽ ക്ലോക്കുകൾ, സുന്ദരമായ വില്ലേജുകൾ, ഇവയെല്ലാം ഒരുമിച്ചാണ് ഈ ദേശം നമ്മെ വിസ്മയിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് യാത്രികർ സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര തിരിക്കുന്നതും അതുകൊണ്ടാണ്. സ്വിസ് ഭക്ഷണശൈലി അത്ര വൈവിധ്യമാർന്നതും രുചികരവുമാണ്. ചീസ് എന്നത് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ഹൃദയമാണ്. പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ് ചീസ് ഫാൻഡ്യൂ വളരെ പ്രശസ്തമാണ്. ചോക്ലേറ്റുകൾക്കും ഈ രാജ്യത്തിന് ലോക പ്രശസ്തിയുണ്ട്. ശുദ്ധമായ പാൽ, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, അതാണ് ഇവിടുത്തെ സവിശേഷത. സ്വിറ്റ്സർലാൻഡ് 4 ഭാഷകളുള്ള ഒരു രാജ്യമാണ്. ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, റൊമാൻഷ്. ഭിന്നമായ ഭാഷകളും സംസ്കാരവും ചേർന്നതുകൊണ്ടാണ് ഇവിടുത്തെ സൗഹൃദവും മാന്യതയും. സ്വിസ് ജനത വളരെ വിനീതരും കൃത്യതയും പ്രിയമുള്ളവരുമാണ്. വെളുപ്പൻ കൊടികളും പച്ചപ്പാറകളും കാണുമ്പോൾ തന്നെ മനസ്സിൽ സമാധാനം നിറയുന്നു. സ്വിറ്റ്സർലാൻഡ് യുദ്ധമില്ലാത്ത ശാന്തത നിറഞ്ഞ ഒരു രാജ്യമായി അറിയപ്പെടുന്നു. മധ്യ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം 1291 തന്നെ തന്റെ സുവരെനിറ്റി പ്രഖ്യാപിച്ചു. 1848 പുതിയ ഭരണയിലൂടെ അത് ഒരു ഫെഡറൽ റിപ്പബ്ലിക് ആയി മാറി. അത്യന്തം പ്രഗത്ഭമായ ദൗത്യത്വവും സ്വതന്ത്രത്വവും ഇവിടുത്തെ പ്രധാന വിലപ്പെട്ടതുകൾ ആണ്. 2ാം ലോകമഹായുദ്ധവും സ്വിറ്റ്സർലാൻഡ് അതിജീവിച്ച രാജ്യമാണ്. നിസ്സഹായരായ പലരും ഇവിടേക്ക് അഭയം തേടി. ഇന്നു മുതൽ യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും ഇടയിൽ സമാധാനത്തിന്റെ പ്രതീകമാണ് ഈ ദേശം. സ്വിറ്റ്സർലാൻഡിലെ ഓരോ നിമിഷവും ഓരോ ചിത്രപടം പോലെ തന്നെ. ഇവിടെ ഒരു ദിവസം ചെലവഴിക്കുകയാണ് എങ്കിൽ അതിന്റെ ഓർമ്മകൾ ഒരു ജീവിതകാലം നിലനിൽക്കും. പർവ്വതങ്ങളുടെയും കാഴ്ചകളുടെയും ഇടയിൽ നിന്നുള്ള ആ സുഖമായ കാറ്റ് നമ്മെ ആകൃഷ്ടമാക്കാതെ ഇരിക്കില്ല. നിങ്ങൾക്കും ഒരിക്കൽ ജീവിതത്തിൽ ഈ ദ്യുതിമയമായ ദേശം സന്ദർശിക്കാം. സ്വിറ്റ്സർലാൻഡിലേക്ക് സ്വാഗതം. കാഴ്ചകളുടെ രാജ്യം, ശാന്തതയുടെ ഭൂമി.